കൊടുക്കുന്നു. നിങ്ങൾക്ക് പലർക്കും കൊച്ചുമക്കളെയൊക്കെയാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന്. എന്തുമാത്രം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും കൊച്ചുമക്കള്, ഞങ്ങൾ കേരളത്തിലൊക്കെ എല്ലാവരും പറയുന്നത്, വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെയും ഒന്നും അവർ കൂടുതൽ അറിയുകയില്ല, ആ തരത്തിൽ, അല്ലെങ്കിൽ അവരെ ഒരു ഡയറക്റ്റി ഫെലോ ഒക്കെ ആയിയാണ് കണക്കാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് അവര് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് മത്സരിക്കുകയായിരുന്നു. ഓരോരുത്തരും അവർ കലണ്ടറിൽ എഴുതിയിടുകയാണ്, പപ്പ ഇത്ര ദിവസമേ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ, ഇത്ര ദിവസമേ ഉള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ കൊച്ചുമക്കളൊക്കെ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്കൂളിൽ പോകാൻ യാത്രയാവുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓടി വന്ന് ഒരു ഉമ്മ തന്നിട്ട് പോകുന്ന ഒരവസ്ഥ. അങ്ങനത്തെ അനുഭവം ആ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്നത് തീർച്ചയായും ഞങ്ങളുടെ കുടുംബത്തേക്ക് കടന്നു വന്ന ആ ജീവിത പങ്കാളികള് അവരെ നയിക്കുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കളെ പറ്റി പറഞ്ഞു കൊടുത്ത് നല്ല കാര്യങ്ങളാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വാക്കുകളിൽ ഇവരെ ആരെയും ഒതുക്കുന്നില്ല. സ്നേഹത്തിൻ്റെ നിറകുടങ്ങളാണ് എൻ്റെ മക്കളോടൊപ്പം പ്രവർത്തിക്കുന്ന അവരുടെ പങ്കാളികളും എന്ന് മാത്രം പേരെടുത്ത് പറഞ്ഞാൽ അത് കുറവായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിനൊന്നിനും അവർ മത്സരിക്കുകയാണ് സ്നേഹിക്കാൻ. പലപ്പോഴും ഇനി എനിക്ക് പൊതുവായിട്ട് പറയുവാനുള്ളത് ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേരളത്തിലെ അന്തരീക്ഷവും ഇവിടുത്തെ അന്തരീക്ഷവും ഒക്കെ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ്, പലപ്പോഴും ഞാനിന്ന് അച്ഛനുമായി അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ ആളുകള് പലപ്പോഴും മരിച്ചു കിടക്കുമ്പോഴാണ് അച്ഛന്മാർ ഒരു പ്രസംഗം കൊടുക്കാറുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അതുപോലെ തന്നെ വിദേശത്തു നിന്നൊക്കെ മക്കളൊക്കെ ഉള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ 2-3 ദിവസം അവരെ മോർച്ചറിയിലൊക്കെ വെച്ചതിന് ശേഷം എടുത്തു കൊണ്ടുവന്ന് കൊച്ചുമക്കളും മക്കളും ഒക്കെ നിന്ന് മത്സരിക്കുകയാണ് ആ ബോഡിയെ ചുംബിക്കാൻ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ സ്നേഹപ്രകടനം അവരുടെ ജീവിതകാലത്ത് എന്തുകൊണ്ട് അവർക്ക് ചെയ്തുകൂടാ എന്ന്. പലപ്പോഴും ആ ജീവിതകാലത്ത് ചുംബനങ്ങളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുകയും പ്രവർത്തനങ്ങളിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കുടുംബത്തുണ്ട്. അത് നമ്മളുടെ പഴയകാല കുടുംബങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സന്ധ്യപ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് സ്തുതി ചെല്ലുക, കൊച്ചുമക്കൾ, വലിയ മക്കൾ മുതൽ കൊച്ചുമക്കൾ വരെ എല്ലാവർക്കും സ്തുതി ചെല്ലുക എന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അന്യം വന്നു പോയിരിക്കുന്നു. അത് ഇപ്പോഴും ഒരു കുറവും കൂടാതെ മക്കൾ തൊട്ട് അല്ലെ അമ്മ അപ്പൻ എല്ലാവരും വന്ന് വല്യപ്പച്ചൻ തൊട്ട് എല്ലാവർക്കും പരസ്പരം സ്തുതി കൊടുക്കുന്നതും ഒക്കെ ഞാൻ നിറകണ്ണുകളോടെ ചിലപ്പോൾ നോക്കി നിന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഈ 3 കുടുംബങ്ങളിലും കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവരെല്ലാം മരിച്ചതിന് ശേഷമല്ല സ്നേഹിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. പിന്നെ ഞാൻ മറ്റുള്ള എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് തന്നെ പറയുകയാണ്. ചിലപ്പോഴും ഞങ്ങളൊക്കെ കാരണന്മാരൊക്കെ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ